അപ്പോൾ സാറേ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റേജ് പരിപാടി ആയതിൻ്റെ പേരിൽ അന്നൊക്കെ ഒരു ട്രൂപ്പിലൊക്കെ ഇങ്ങനെ സീസൺ ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാം ഉണ്ടോ? ഇല്ലില്ല. ഇല്ല. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, കാനഡ, അങ്ങനെയൊക്കെ കുറേ വിദേശ രാജ്യം. എല്ലായിടത്തും പോയിട്ടുണ്ട്? എല്ലായിടത്തും ഇല്ല, വളരെ കുറച്ച്. പോയതിൽ ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? പോയതിൽ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള നമ്മൾ കൽപ്പന ചേച്ചി. എൻ്റെ ഫസ്റ്റ് നൈറ്റിൽ എൻ്റെ ഭാര്യയായിട്ട് കളിച്ചു കൽപ്പന ചേച്ചി. ഞങ്ങൾ കാനഡയിൽ നിന്ന് ഷിപ്പിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പിലാണ് ഓൾറെഡി ഫോമ എന്ന് പറഞ്ഞ അമേരിക്കൻ സംഘടന. ഫോമ അപ്പൊ സംഘടനയുടെ എന്റർടൈൻമെന്റ് ഷോ ആയിട്ട് ഷിപ്പിൽ 3 ദിവസം അങ്ങോട്ട് പോകുമ്പോൾ ഇത്തവണ ഫോമയുടെ കൺവെൻഷൻ മെക്സിക്കോയിൽ വെച്ചിട്ടാണ്. അവിടെ ഷോ ഉണ്ട്, മിക്കവാറും ഞാൻ പാടുന്നുണ്ടോ? ഓഗസ്റ്റ് ലാസ്റ്റിലാണ്. അപ്പൊ എനിക്കൊന്ന് 2012 തോന്നുന്നു, ഞാൻ 2012. അപ്പൊ അങ്ങനെ ആ ഫോമ സംഘടനയുടെ ആ പരിപാടിയിൽ ഇങ്ങനെ പോകുമ്പോൾ അന്ന് ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് നമ്മൾ സ്കിറ്റ് കളിച്ചിരുന്നു. അതിന്റെ ഒരു ഹിറ്റായിട്ട് വെച്ചിട്ട് അന്ന് ഞാൻ കൽപ്പന ചേച്ചിയായിരുന്നു. ഞാൻ മലയാള സിനിമയിൽ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന എൻ്റെ ചേച്ചി. അപ്പോൾ ആ ചേച്ചിയായിരുന്നു എൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്, ഇന്ദ്രൻ ചേട്ടനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഷോ എനിക്ക് എപ്പോഴും ഒരു വലിയ ഷോ ആയിട്ട്. മാത്രമല്ല അതിനകത്ത് വേറൊരു രസം എന്ന് പറഞ്ഞാലും കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു പ്രെയർ വന്നു. അപ്പോൾ ഒരു പ്രാർത്ഥന വന്നു. എന്താ ടൈറ്റാനിക് ഇടിച്ച സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കപ്പലിൻ്റെ തുഞ്ചത്ത് പോയി ഇങ്ങനെ ജാക്ക് റോസ് എന്നൊക്കെ പറഞ്ഞിരിക്കുക. കാരണം ഞാൻ അന്നൊരു അഭിമാനത്തോടെ നിന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു കലാകാരനായതിൻ്റെ പേരിലാണ് ഇവിടെയൊക്കെ എത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കയറാൻ സാധിച്ചതെന്നൊരു സന്തോഷക്കണ്ണീർ ഒരു തുള്ളി. ശരി, കടലിൽ വീണു. കടലിൽ സന്തോഷ അശ്രുബിന്ദുക്കൾ പോലെ പൊഴിഞ്ഞു. കാവ്യാത്മകം അല്ലേ? തീർച്ചയായും. അത് പിന്നെ തുടക്ക സമയത്തല്ല, ഈ വിജയിച്ച പരിപാടി പറയുന്നതിനൊക്കെ എളുപ്പം പൊളിഞ്ഞ പരിപാടി പറയണതാ. പരിപാടിയൊക്കെ ആകുമ്പോൾ പൊളിയുമല്ലോ. അതൊന്നും ഇപ്പോൾ പൊളിഞ്ഞ പരിപാടി ഏറ്റവും വലിയൊരു വിറ്റെന്ന് പറഞ്ഞാൽ ഒരു പരിപാടി പൊളിയുമെന്ന് നമുക്ക് മുൻകൂറായിട്ട് അറിയാമായിരുന്നു. അതായത് അവിടെ മിമിക്രി നടത്താൻ പോയതിന് മുമ്പേ അവിടുത്തെ 2 പരിപാടി അങ്ങോട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അടിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്. അവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. അപ്പം ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നതേ ഉള്ളൂ ഫസ്റ്റ് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ. അപ്പം അവിടെ എങ്ങനെ ആ കഷ്ടകാലത്തിന് 2 പേര് വരികയും ചെയ്തില്ല, ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ഓൾറെഡി അവിടെ ചെല്ലുന്നത്. താമസിച്ച് നേരെ അവിടെ ചെന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്. ആരുടെ മുഖത്ത് രക്തമില്ല. എങ്ങനെയെങ്കിലും പേടിച്ച് കമ്മിറ്റിക്കാരെ കണ്ടപ്പോൾ ഇറങ്ങണടാ. അവിടെ കാല് കുത്തിയപ്പം അവിടുത്തെ മൈക്ക് സെറ്റുകാരൻ ഒരു പാട്ടിട്ടേക്കുന്നു, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാർ. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഉള്ള ഐസുകൂടെ പോയി. അത് അപ്രതീക്ഷിതമായി സംഭവിച്ചു പോണതാണ്. നമ്മുടെ അവസ്ഥകളെ കുറിച്ചിട്ട് അറിയില്ല. അങ്ങനെ ആ പരിപാടി അവിടെ ആള് വരാത്തതിൻ്റെ പേരിലൊക്കെ സെറ്റായില്ല, അങ്ങ് പൊളിഞ്ഞു. ഈ പൊളിഞ്ഞതിന് ശേഷം ഞങ്ങളെ സെക്രട്ടറി വീണ്ടും അടുത്ത വർഷം ഇതേ സ്ഥലത്ത് എൻ്റെ ഷോക്കാണ് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് അവിടുത്തെ സെക്രട്ടറി കഴിഞ്ഞ പ്രാവശ്യം പൊളിഞ്ഞതല്ലേ, ഇവർക്ക് എന്ത് ധൈര്യം വീണ്ടും വന്ന് ചോദിക്കാൻ. അങ്ങനെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ്, വീണ്ടും നിങ്ങളോ? അത് കഴിഞ്ഞ വർഷം ഒരു പരീക്ഷണമായിരുന്നു, നിങ്ങൾക്ക് പരീക്ഷണം നടത്താൻ ഞങ്ങൾ അമ്പലം ഒന്നും ലാഭാണോ? പുള്ളിക്കാരൻ കഴിവിനോട് പരിപാടി വെച്ചില്ല. അങ്ങനെ ഒരു പൊളിഞ്ഞ പരിപാടികളൊക്കെ അല്ല, ജീവിതത്തില് ഒരു കലാകാരനാകുമ്പോഴത്തേക്ക് മിക്കവാറും കുറെ സംഭവങ്ങൾ ഉണ്ടാവും, പൊളിഞ്ഞ കഥകളൊക്കെ കാണും. ഇതൊക്കെ തന്നെ നമ്മൾ പൊളിഞ്ഞ കഥകൾ. പിന്നെ കലാകാരനുണ്ടല്ലോ. പിന്നെ ആദ്യ രാത്രി എന്ന് പറഞ്ഞത് കല്യാണത്തിന് മുമ്പായിരുന്നല്ലോ അവതരിപ്പിച്ചത്. അതെ അതെ. കല്യാണം ഏത് വർഷമായിരുന്നു? കല്യാണം 2012. 2012. പ്രേമവിവാഹം? അതെ. എങ്ങനെ, എവിടുന്നാണ് അത്? ഞാനൊരു നമ്മുടെ മുകേഷ് ഏട്ട അഭിനയിച്ച കാരുണ്യ ലോട്ടറിയുടെ പരസ്യം, അതിന്റെ സ്ക്രിപ്റ്റ് ഞാനായിരുന്നു. അന്ന് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ടിങ്. അപ്പോൾ അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ പോയപ്പോൾ കൊല്ലത്തൊരു കടയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ കടയിലിരുന്ന സ്റ്റാഫാണ് എൻ്റെ വൈഫ് പിന്നീട്. അപ്പോൾ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെടുകയും ആ ലോട്ടറിയുടെ പരസ്യം അടിക്കുകയും, സത്യത്തിൽ എനിക്കാണ് കാരുണ്യ ലോട്ടറി അടിച്ച കാരുണ്യ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നത്. അതാണ്. പേരെന്താണ് വൈഫിന്റെ? വൈഫിന്റെ പേര് ആനി. ആനി. ഓക്കെ. എത്ര കുട്ടികൾ? ഒരാള് ശിവാനി. ഒറ്റയാൾ ശിവാനി. ആനി ശിവാനി. ഓക്കെ. പഠിക്കുകയാണോ അതോ? മോള് പഠിക്കുന്നത് 3ാം ക്ലാസ്സിൽ. അപ്പൊ ആനി ചോദിച്ചില്ലേ ചേട്ടന്റെ ഈ ആദ്യ രാത്രിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്? അല്ല, ഈ ആദ്യ രാത്രി കണ്ടിട്ടുണ്ടെന്നല്ല, എന്റെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഈ അടിച്ചുകൊണ്ട് പോയതാ ഇറക്കി വന്നിട്ട്. അപ്പൊ അന്ന് പരിപാടി ഉണ്ടായിരുന്നു, നേരെ കൊണ്ടുപോകണത് സ്റ്റേജിലേക്കാണ്. അപ്പോഴത്തേക്ക് അന്ന് നമ്മുടെ ഒരു പ്രിൻസ് ഹരിപ്പാടെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ
ധനശേഖരണാർത്ഥമുള്ള പരിപാടിയാണ്, ഒരു ഓഡിറ്റോറിയം പ്രോഗ്രാം. അപ്പോൾ എൻ്റെ ഒരു സ്കിറ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് പെണ്ണ് ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് ഓഡിയൻസിൻ്റെ കൂട്ടത്തിരിക്കണം. അന്ന് ഫസ്റ്റ് നൈറ്റ് നേരത്തെ വേറെ കാണുകയാണ്, അത്രയ്ക്ക് മുമ്പേ അടിക്കലാണ് എൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ കാണാനുള്ളൊരു അവസരം. ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? സക്സസ്. അല്ല, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? അല്ല, ഇതൊരു പ്രണയ വിവാഹമായതിന്റെ പേരിൽ വലിയ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നുമില്ല. നേരത്തെ പ്രണയിച്ചിരിക്കുന്ന സമയത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അത് ശരി. എന്താണ് പ്രണയിച്ചോണ്ടിരുന്നപ്പോ ചോദ്യം? ഇതുപോലെ ചേട്ടൻ മദ്യപിക്കുമോ, പുകവലിക്കുമോ, ഇതൊക്കെ ചോദിച്ചു കാണുമല്ലോ. അത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എല്ലാം കള്ളം പറഞ്ഞു കാണുമല്ലോ. നമ്മൾ തീർച്ചയായിട്ടും കള്ളം അവർക്ക് ഇപ്പൊ പിടിക്കാമല്ലോ. എന്നാലും ഒരു ദിവസം കൊണ്ടതല്ലോ പ്രണയിക്കണം. നമ്മൾ എന്താണ് ഏതാണ് എന്നുള്ള കാര്യം എന്തായാലും പ്രണയിക്കുന്ന സമയത്ത് അവര് ഏറ്റവും ഒരു മാസം ഞാൻ കാര്യം അറിയുമല്ലോ. എന്ത് നമുക്ക് എന്ത് സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിലും അറിയും. അപ്പൊ അതെല്ലാം സമ്മതിച്ച് ജീവിതത്തിൽ ഇറങ്ങി വന്നു. ജാതകം ഒന്നും നോക്കിയില്ല? ഇല്ല, ജാതകം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. അതിനകത്ത് വിശ്വാസമില്ല? അതിൽ വിശ്വാസമില്ല. മനഃപൂർവ്വമാണ്. നമ്മൾ എന്തായാലും ജാതകം നോക്കിയതും പൊളിയുന്നുണ്ട്, ജാതകം നോക്കിയിട്ട് പൊളിയാതെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങളും ഉണ്ട്. എല്ലാം ലൈഫിനെ നമ്മൾ എതിർപ്പൊന്നും ഇല്ലായിരുന്നോ? എതിർപ്പ് ആദ്യമൊക്കെ, അതായത് രണ്ടു കൂട്ടരും കൂടെ സംസാരിച്ചിട്ടൊരു ധാരണയിൽ എത്തിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്റർകാസ്റ്റ് മാരേജും കൂടെ ആയതിന്റെ പേരിൽ അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിനു മുമ്പേ ഇവർ എതിർക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് ഒന്നായി. പിന്നെ സംസാരവും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ ശശിധരൻ, അച്ഛൻ ഒരു ഡാൻസറാണ്. പുള്ളി എന്നെ നേരത്തെ എനിക്ക് ട്രൂപ്പില്ലെങ്കിൽ അച്ഛൻ ഡാൻസ് ട്രൂപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അമ്മ ഹൗസ് വൈഫ്. അമ്മ ഹൗസ് വൈഫ്. പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ട്. അത് ശരി. അച്ഛൻ്റെ ട്രൂപ്പിന്റെ പേര് ഭൈരവി നൃത്തകലാനിലയം എന്നാണ്. നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംഗീകാരമൊക്കെ ഉണ്ട്. സ്കൂളിൽ ഇപ്പൊ ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര? നിങ്ങൾ രണ്ടുപേരും? ഞങ്ങൾ 3 പേരാണ്. 3 പേര്. ഇളയനിയൻ സാൾട്ട ശശിധരൻ. ചേട്ടൻ ശരത് ശശിധരൻ. എന്ത് ചെയ്യുന്നു പുള്ളി? പുള്ളി ഗായകനാണ്. ശരി. പുള്ളി